എന്തായി പറമ്പിലെ പണി കഴിഞ്ഞോ? ഏടാ പിന്നെ തടിയൊന്നും ഇളകിയിട്ട് പണിയെടുക്ക്. ആ തോലൊക്കെ പറ്റി കിട്ടാ. കഴിയാറായോ? ആ ഞാൻ 2-3 കൂടി ഉള്ളു. ഇന്നത്തോടെ കഴിയോ? ആ ഇല്ല, നാളത്തെ കൂടി ഉണ്ടാവും. എന്താ പണി അവിടെ നീങ്ങണില്ല? പിന്നെ ഇതിന് അങ്ങനെ തൊട്ടാവാടിയാ. ഇപ്പൊ ആദ്യം കിടക്കണ മാതിരി ഉണ്ട്. എന്തായാലും നാളത്തോടു കൂടി തീർക്കാൻ വെക്കും കേട്ടോ. അല്ല, എന്താ പാചകയുടെ ഇടപാട്? ഏടാ എന്തേ എന്താ മടാളൊക്കെ എറിഞ്ഞിട്ട് വരും. എന്നോട് പൊന്ത വീശാനെ പറഞ്ഞു. അതേ തോല് വെട്ടിയിട്ട് ഇതിൽ കൊടുക്കാനെ പറഞ്ഞു. എന്താ എന്ത് പണിക്കാരനാടോ? അവിടെ പോയിട്ട് വരാം കേട്ടോ. ആ അതെ ഒരാളേ, ഒരു മിനിറ്റ്. പിന്നെ അവന്റെ ഫീസിന് ടൈം ആയിക്കൂടെ? കുറച്ച് കാശ് അത്യാവശ്യമായിട്ട് ഇന്നുണ്ടാവോ? കാശ് ഇന്ന് വേണോ? നാളത്തോടെ കഴിഞ്ഞിട്ട് പോരെ? ഞാൻ എന്നാ പൈസ വണ്ടിയിൽ പൈസ ഉണ്ടോ എടുത്തിട്ട് പോരാം. എന്താ ഇരിക്കണ മുതലാളി വരുമ്പോഴെങ്കിലും ഒന്ന് പണിയെടുത്തൂടെ പോയിട്ട്? അയാള് കാശ് തരണല്ലോ വൈകുന്നേരത്തെ. ചെല്ലേ പണിയെടുക്കാൻ പോയിട്ട്. ഇതൊക്കെ എന്ത് മനുഷ്യനാടോ? ഒരു ആത്മാർത്ഥം അല്ലാതെ. 4000 രൂപ ഉണ്ട്. 4000? 1000 കൂടി ഇനിയില്ല, ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല. ഞാൻ ഇനി നാളത്തെ റെഡിയാക്കാം. 1000 കൂടി. പിന്നെ കൂലി തന്നു വിചാരിച്ചിട്ട് വേഗം പണി മാറ്റി പോയതോ? അതൊന്നുമില്ല, നാളത്തെ കൂടി കഴിഞ്ഞതൊക്കെ ഫിനിഷ് ആക്കിയിട്ടേ പോകുള്ളൂ കേട്ടോ. അതൊക്കെ നന്നായി കുത്തി ആയിക്കോട്ടെ. അതെ, ഞാൻ വാപ്പാട് പൈസ വെച്ചിട്ടുണ്ട്. അത് വാങ്ങിട്ട് വരാം. പോയി നോക്കി ഞാൻ വരണോ? വണ്ടിച്ച് പോടാ. അപ്പാ എന്താ മോനെ ഫീസോ? ഇജ്ജ് പറഞ്ഞ 5000 കിട്ടിയിട്ടില്ല മോനെ. 1000 ഉറുപ്പ്യ കുറവാ. ഇനി എന്താ ചെയ്യാ? എന്താ മോനെ 4000 ഉണ്ട് കേട്ടോ. 1000 ഉറുപ്പ്യ തിരുമറിയിട്ടാണ്ട് കൊടുക്കാൻ നോക്ക് കേട്ടോ. ഇപ്പൊ 1000 എങ്ങനെ ഉണ്ടാക്കും? കായൊക്കെ തോന്നുന്നുണ്ടല്ലോ. കുറച്ച് തോനെ പഠിക്കാൻ നമുക്ക് അടിച്ച് പൊളിക്കാതെ കായി വർത്താനൊക്കെ പറയുന്നേ. എന്റെ വാപ്പ ഇതന്നെ ഉണ്ടാക്കിയത് ഇക്കന്നെ അറിയുള്ളൂ. പിന്നെന്ന് വെച്ചാൽ ഇത് പൈസ ആയിട്ട് അനക്ക് തോന്നാ. ഇക്കിത് വാപ്പാടെ വേർപ്പാ. ഇത് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. ചങ്ങാതി പോയെന്ന് അനക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആവു ഇവൻ ഞാൻ വിചാരിച്ച മാതിരല്ല. വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. മക്കളായ ഇങ്ങനെ വേണം. അൽഹംദുലില്ലാ.